കർണാടകയിലും ബീഹാറിലും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡി.കെ. ശിവകുമാർ കടുംപിടുത്തം തുടരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ബംഗളൂരുവിൽ ഇന്ന് രാത്രി കൂടിക്കാഴ്ച നടത്തും. ശിവകുമാറിനെ അനുനയിപ്പിക്കാനാണ് നീക്കം. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബീഹാർ കോൺഗ്രസിൽ കലാപം തുടരുന്നു. ബീഹാർ PCC അധ്യക്ഷൻ രാജേഷ് റാമിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, ബീഹാറിലും കർണാടകയിലും രണ്ട് പ്രതിസന്ധികൾ ഒരേ സമയം പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ കോൺഗ്രസ് ദേശീയ നേതൃത്വം? സുജയ, തീർച്ചയായും കർണാടകത്തിലും ബീഹാറിലും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. ഹൈക്കമാൻഡ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഏതായാലും നേരത്തെ രാജസ്ഥാനിൽ കണ്ടതുപോലെ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് തർക്കം പോലെയാണ് ഇപ്പോൾ കർണാടകത്തിൽ സിദ്ധരാമയ്യ ഡി.കെ. ശിവകുമാർ തർക്കം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് പരിഹരിക്കാനായി വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ ഉണ്ടാക്കിയ ധാരണ എന്നത് ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുക, അതിനുശേഷം ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി തുടരുക. ഏതായാലും ആ അർത്ഥത്തിൽ സിദ്ധരാമയ്യയുടെ കാലാവധി പൂർത്തിയായി, അദ്ദേഹം മാറണം, ഇനി ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകണം എന്നാണ് ഡി.കെ. ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന MLA-മാരൊക്കെ ആവശ്യപ്പെടുന്നത്. ഇതിനായി ഡി.കെ. ശിവകുമാർ പക്ഷം MLA-മാർ ദില്ലിയിലെത്തുകയും ഹൈക്കമാൻഡിൽ പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കർണാടകത്തിലെ ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി. ഡി.കെ. ശിവകുമാർ ഇടഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയായിരിക്കും കർണാടകത്തിൽ ഉണ്ടാക്കുക. ഏതായാലും ഇതൊരു സമവായം ഉണ്ടാക്കാനുള്ള വലിയ നീക്കങ്ങൾ ഹൈക്കമാൻഡ് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വൈകിട്ട് ഖാർഗെ സിദ്ധരാമയ്യയെ കാണുന്നത്. ശരി, പി ആർ സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.